ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ തനിക്ക് പരിചയമുള്ള വക്കീൽ റാമിനെ വിളിക്കണം. റാം സാറ് ഉണ്ടോ എന്ന് ചോദിച്ചതും സാറ് ഇവിടെയില്ല, ഒരു മീറ്റിംഗിലാണ്, എന്തെങ്കിലും പറയണോ, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോട് ശ്യാമ കാര്യങ്ങൾ അവതരിപ്പിച്ചു. വരുണിനെ എത്രയും വേഗം പുറത്തിറക്കണമെന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അത് കേട്ടതും അദ്ദേഹം പറഞ്ഞു, ഇക്കാര്യം ഞാൻ പറഞ്ഞോളാം സാറിനോട്, സാറ് തന്നെ നേരിട്ട് പോയി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളും, അത് കഴിഞ്ഞ് ഞാൻ മേഡത്തെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചോളാം എന്ന് പറഞ്ഞതും ശ്യാമ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. അതിനുശേഷം അശ്വതിയോട് ശ്യാമ കാര്യങ്ങളൊക്കെ അറിയിച്ചു. അവിടെ സാറ് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാണെന്നും അതിനുശേഷം സാറ് തന്നെ പോയി നേരിട്ട് കാര്യങ്ങൾ റെഡിയാക്കിക്കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയിച്ചു. അപ്പോഴേക്കും ശ്യാമയോട് അശ്വതി പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാ ശ്യാമയ്ക്ക് വിരോധമൊന്നും തോന്നരുത് എന്നറിയിച്ചു. എന്താണെന്ന് ആദ്യം പറ, അതിനുശേഷം ഞാൻ പറയാം എന്ന് അശ്വതിയോട് ശ്യാമ പറയുകയും മാത്രമല്ല, അശ്വതി ചേച്ചി ഇങ്ങനെ ഒരു മുഖവിരി എടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യമായിട്ടുണ്ടാവുമല്ലോ, എന്താ ചേച്ചി കാരണം, എന്താണെങ്കിലും പറയൂ എന്ന് അശ്വതിയോട് ശ്യാമ ചോദിച്ചു. അപ്പോഴേക്കും അശ്വതി പറഞ്ഞു, വേറൊന്നുമല്ല മോള് ഇന്ന് വരുണിനെ കുറിച്ച് പറഞ്ഞപ്പോ അവളുടെ താല്പര്യം അല്ലെങ്കിൽ വരുണിനോടുള്ള അവളുടെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒരു അനുജത്തിയുടെ ഭർത്താവിനോടുള്ള സ്നേഹമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുതലല്ല വരുണിനെ കുറിച്ച് പറയുമ്പോ രാധിക മോളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പിന്നെ രാധിക മോളെ പോലെ ഒരാൾക്ക് എല്ലാവരോടും ഇങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകുന്നത് സ്വാഭാവികവുമാണ്. മോളുടെ കാഴ്ചപ്പാടിൽ മോള് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് മോളെ ഒരു കാരണവശാലും നമുക്ക് സംശയിക്കാനോ കുറ്റപ്പെടുത്താനോ കഴിയില്ല. ഇനി നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം തോന്നിയത് കൊണ്ട് അത് മോളോട് തന്നെ നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അശ്വതി അറിയിച്ചു. അത് പിന്നീട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ മാത്രമേ ചോദിക്കാനും കഴിയൂ എന്ന് അശ്വതി പറഞ്ഞു. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, എന്തായാലും ഞാനായിട്ട് ചോദിക്കുന്നില്ല, എന്താ അതുപോലെ അശ്വതി ചേച്ചി തന്നെ, ഞാൻ അക്കാര്യങ്ങളൊക്കെ അശ്വതി ചേച്ചി തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോ, അത് ഞാൻ അശ്വതി ചേച്ചിക്ക് വിട്ടിരിക്കുന്നു, എന്താ പോരെ എന്ന് ശ്യാമ ചോദിച്ചു. ശ്യാമയുടെ ചോദ്യം കേട്ട് അശ്വതി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിലേക്ക് റാം സാർ എത്തുന്നു. മേ കമിൻ എന്ന് DVSPയോട് ചോദിച്ചതും അകത്തേക്ക് വരാനായി പറഞ്ഞതോടെ അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ അകത്തേക്ക് വക്കീൽ അദ്ദേഹം എത്തി. അദ്ദേഹം വരുണിന് ജാമ്യത്തിലെടുക്കുന്നതിന് വേണ്ടിയുള്ള വക്കീൽ നോട്ടീസ് നൽകി. അത് നൽകിയതും അപേക്ഷ നൽകിയതും ഉടനെ അത് വായിച്ചു കഴിഞ്ഞ DVSP പറഞ്ഞു, തൽക്കാലം ഇത് പരിഗണിക്കാൻ പറ്റുന്നതല്ലോ സാറേ, കാരണം വരുണിന് ജാമ്യത്തിൽ വിടാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമല്ല വരുണിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുണിനെ തൽക്കാലം ജാമ്യത്തിൽ വിടാൻ കഴിയില്ല എന്ന് ഞാൻ അയാളെ ചോദ്യം ചെയ്ത് തീർന്നിട്ടുമില്ല എന്നറിയിച്ചു. അപ്പോഴേക്കും ഉടനെ തന്നെ എന്ത് കുറ്റമാണ് വരുൺ ചെയ്തത്, അതാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞപ്പോ വരുൺ ചെയ്ത കുറ്റകൃത്യം എന്ന രീതിയിൽ DVSP പറഞ്ഞത് വേറൊന്നുമല്ല, സ്വന്തം അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അത് തന്നെയാണ് വരുണിന്റെ മേലുള്ള കുറ്റം എന്ന് പറഞ്ഞപ്പോ റാം സാർ ചോദിച്ചു, അല്ല, അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞോ? വരുണിന്റെ വീട്ടുകാർ ആരെങ്കിലും വരുണിനെതിരെ, ബന്ധുക്കൾ ആരെങ്കിലും വരുണിനെതിരെ പരാതിപ്പെട്ടോ? അതല്ല, ഇനിയും കൊല ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിരിക്കുന്ന വരുണിന്റെ അച്ഛനായ പരമേശ്വരൻ അങ്ങനെ ഒരു മൊഴിയോ മറ്റോ പറയുകയുണ്ടായോ? എന്താണ് താങ്കൾ അങ്ങനെ പറയാനുള്ള കാരണം? എന്ത് തെളിവാണ് വരുണിന് എതിരായി നിങ്ങൾക്ക് അങ്ങനെ ഒരു അക്കുറ്റം ആരോപിക്കാനായി കിട്ടിയതെന്ന് ചോദിച്ചപ്പോ ഉടനെ DVSP പറഞ്ഞു, അത് പിന്നെ ഞാൻ ആ തെളിവ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്, ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമല്ലേ തെളിവുകൾ കണ്ടെത്താൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോ വക്കീൽ പറഞ്ഞു, അതെ, നിങ്ങളുടെ പോലീസ് മുറിയിൽ ചിലപ്പോൾ ചെയ്യാത്ത കുറ്റവും മറ്റുള്ളവരുടെ മേൽ ആരോപിച്ചുകൊണ്ട് അവരെ കുറ്റകൃത്യം ചെയ്തു എന്ന് അവരെ പറഞ്ഞ് അവരുടെ മേൽ ആ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്താറുണ്ട്. അങ്ങനെയാണല്ലോ നിങ്ങൾ പോലീസുകാരുടെ ഇതുവരെയുള്ള നടപടികളും ഇതുവരെയുള്ള നിങ്ങളുടെ പ്രവൃത്തിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോലീസുകാരുടെ കയ്യിലേക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് അവർ ചെയ്യാത്ത കുറ്റകൃത്യങ്ങൾ പോലും അവരെ കൊണ്ട് സമ്മതിപ്പിക്കലാണല്ലോ നിങ്ങളുടെ ജോലി. അതാണ് ഞാൻ ചോദിച്ചത്. ഇനി വരുണിനെതിരെ ഒരു തെളിവ് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ വരുണിനെതിരെയുള്ള ജാമ്യം ആവശ്യപ്പെടുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഉടനെ സൂപ്രണ്ട് പറഞ്ഞു, ഇല്ല, തൽക്കാലം DVSP പറഞ്ഞു, തൽക്കാലം പറ്റത്തില്ല, എന്തായാലും അങ്ങനെ വരുണിനെ വെറുതെ വിടാൻ കഴിയില്ല, തൽക്കാലം ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ വരുണിനെ വിടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ റാം സാർ പറഞ്ഞു, എനിക്കറിയാം അങ്ങനെ ഒരു തീരുമാനമേ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്
ഞാൻ കോർട്ടിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ദാ ഇത് കോർട്ട് ഓർഡറാണ്. ഇത് വായിച്ചു നോക്കിയിട്ട് പറയണം സർ എന്ന് പറഞ്ഞ് കോർട്ട് ഓർഡർ ഉടനെ പോലീസിനെ ഏൽപ്പിച്ചു. ഉടനെ അദ്ദേഹം അത് വായിച്ചു നോക്കിയതിന് ശേഷം പറഞ്ഞു, ഓ അപ്പോൾ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടാ വന്നിരിക്കുന്നതല്ലേ? ഉടനെ തന്നെ രാം സാർ പറഞ്ഞു, അതെ, വരുണിനെതിരെ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കള്ളക്കേസാണിതെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ വരുൺ കുറ്റകൃത്യം ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു തെളിവ് ഇവിടെ എന്റെ മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ, ഞാൻ ഈ ജാമ്യം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു. അത് കേട്ടതും, എന്താ അങ്ങനെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ സാറിനെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ഡിവൈഎസ്പി പറഞ്ഞു, വേണ്ട സുഹൃത്തെ, ഞാൻ വരുണിനെ വിട്ടയച്ചേക്കാം, അത് മതിയല്ലോ എന്ന് പറഞ്ഞ് വരുണിനെ വിളിക്കാനായിട്ട് കോൺസ്റ്റബിളിനെ വിളിക്കണം. ആ വരുണിനെ കൂട്ടിക്കൊണ്ടു വരൂ എന്ന് പറഞ്ഞതും കോൺസ്റ്റബിൾ ഉടനെ തന്നെ വരുണിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ സമയത്ത് ഡിവൈഎസ്പി പറഞ്ഞു, ഞങ്ങളുടെ കേസ് അന്വേഷണത്തിൽ പലപ്പോഴും പല കുറ്റവാളികളും രക്ഷിച്ചുകൊണ്ട് പോകാൻ ആളുണ്ട് എന്നുള്ള ധിക്കാരത്തിലാണ് നിൽക്കാറുള്ളത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഉടനെ കോൺസ്റ്റബിള് വരുണിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വന്നതും അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്ന ആ നിമിഷം തന്നെ വരുണിനോട്, കോൺസ്റ്റബിളിന്റെ കൂടെ എത്തിയ വരുണിനോട് ഡിവൈഎസ്പി പറഞ്ഞു, ദാ ഇങ്ങനെയൊന്ന് നേരത്തെ ഏർപ്പാട് ചെയ്തിട്ടാണ്, മുൻകൂറായിട്ട് ഏർപ്പാട് ചെയ്തിട്ടാണല്ലോ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ പിന്നെ രക്ഷപ്പെട്ടു പോകാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുണ് നേരെ ഡിവൈഎസ്പി പറഞ്ഞു, ശരി ശരി, തൽക്കാലം പൊക്കോ. വരുൺ, നീ തൽക്കാലം രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷേ എന്റെ കൈകൾ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഞാൻ തീർച്ചയായിട്ടും നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. നീ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും നീ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ ഞാൻ നിന്റെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും. നീ അവസാനം എന്റെ പിടിയിലകപ്പെടും. തൽക്കാലം നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞതും ഉടനെ വക്കീല് വരുണിനെ വിളിച്ചുകൊണ്ട്, ബാ വരുൺ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു. വരുൺ അവിടെ നിന്ന് വക്കീലിനോടൊപ്പം പുറത്തേക്ക് പോകുമ്പോൾ തന്റെ നീക്കങ്ങളൊക്കെ പാളിപ്പോയതിന്റെ നിരാശയിലായി ഡിവൈഎസ്പി. പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ വരുൺ വക്കീലിനരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, സാർ, സാറിനെ ആരാ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എന്റെ വീട്ടുകാരെങ്കിലും ആണോ എന്ന് ചോദിച്ചതും രാം പറഞ്ഞു, അല്ല, തൽക്കാലം നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ട. നിങ്ങളുടെ വീട്ടുകാരല്ല എന്നെ ഇതിനെ ചുമതലപ്പെടുത്തിയത്. എന്തായാലും വഴിയെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വരുൺ എന്ന് വക്കീല് പറഞ്ഞു. എന്തായാലും താങ്ക് യു സർ എന്ന് വരുൺ വക്കീലിനോട് നന്ദി അറിയിച്ചു. ഉടനെ തന്നെ കോൺസ്റ്റബിൾ അവിടെ നിന്നതും വക്കീല് പറഞ്ഞു, ചില ഫോർമാലിറ്റീസുകൾ കൂടി ഇവിടെ തീർക്കാനുണ്ട്, അവിടെ പോയി തീർത്തിട്ട് വാ എന്ന് പറഞ്ഞതോടെ വരുൺ ശരിയെന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിന്റെ കൂടെ പോകുന്നു. അങ്ങനെ അവിടുത്തെ സ്റ്റേഷനിലെ ചില പേപ്പേഴ്സ് സൈൻ ചെയ്യുന്നതിനായി വരുൺ അകത്തേക്ക് പോകുമ്പോൾ വക്കീലിനെ ഒരിക്കൽ കൂടി ഒന്ന് പിന്തിരിഞ്ഞു നോക്കുകയാണ് വരുൺ. അപ്പോഴേക്കും വക്കീലിനെ നോക്കിയ വക്കീലും വരുണും പരസ്പരം സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവിടുന്ന് പോകുന്നു. അതിനുശേഷം ശ്യാമയുടെ ഫോണിലേക്ക് വക്കീലിന്റെ അസിസ്റ്റന്റ് വിളിച്ചു. മേഡം പറഞ്ഞ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞതെന്നോ? സാർ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് പോവുകയും വരുണിനെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്തു. ഇനി മേഡം പറഞ്ഞതുപോലെ തന്നെ വക്കീലിനോട് ഇനി വരുണിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ ഇങ്ങനെ ഒരു കേസ് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഏറ്റെടുക്കാനായിട്ട് സാറിനോട് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചു. തൽക്കാലം മേഡം പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്യാമ പറഞ്ഞു, ശരി, താങ്ക് യു, ഞാൻ സാറിനെ പിന്നീട് വിളിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞതും ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. അതിനുശേഷം ശ്യാമ ഈ സന്തോഷ വാർത്ത അശ്വതിയോട് അറിയിച്ചു. അശ്വതി ചേച്ചി, എന്തായാലും ചേച്ചി എന്ന് രാധിക മോളെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. വേഗം തന്നെ അശ്വതി രാധികയെ വിളിക്കാനായിപ്പോയി. ശ്യാമ അപ്പോഴേക്കും രാധികയ്ക്ക് വേണ്ടി താൻ ചെയ്തു കൊടുത്ത പ്രവൃത്തിയും പിന്നെ രാധിക ഇതറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന രാധികയുടെ പ്രതികരണവും, രാധിക എന്തുകൊണ്ടാണ് വരുണിനോട് ഇത്ര താല്പര്യം കാണിക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആ നിമിഷം ശ്യാമയുടെ മനസ്സിലേക്ക് എത്തി. ഈ സമയത്ത് മേഡം എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് രാധിക കയറി വന്നതും പെട്ടെന്ന് തൻ്റെ പർദ്ദ ഇട്ടുകൊണ്ട് ശ്യാമ രാധികയുടെ മുന്നിലേക്ക് വന്നു നിന്നു. ആകെ വിഷമിച്ച രാധിക നിൽക്കുന്നത് കണ്ട് വീണ്ടും ശ്യാമ ചോദിച്ചു, എന്താ ചേച്ചി, മോളാകെ വിഷമത്തിലായിരുന്നോ, ക്ലാസ്സിലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അശ്വതി പറഞ്ഞു, ക്ലാസ്സിലാണെന്നല്ലേ ഉള്ളൂ, മനസ്സാകെ അസ്വസ്ഥമായിട്ടിരിക്കുകയല്ലേ, ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ സങ്കടത്തോടെ രാധിക അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശ്യാമ പറഞ്ഞു, എന്നാ ഇനി ആ സങ്കടം വേണ്ട കേട്ടോ, വരുണിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി, വരുണിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വരുൺ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും ശ്യാമയുടെ വാക്കുകൾ കേട്ട് സത്യമാണോ എന്ന് അതിശയത്തോടെ രാധിക ചോദിച്ചു. അതെ, ഇപ്പോ വക്കീല് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന് ശ്യാമ പറഞ്ഞതും
താങ്ക് യു മാം എന്ന് പറഞ്ഞ് രാധിക വളരെ സന്തോഷത്തോടെ ശ്യാമയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ശ്യാമ ആകെ അതിശയത്തോടെ അശ്വതിയെ നോക്കി. ശ്യാമയുടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമായിരുന്നു രാധികയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ശ്യാമ ആകെ അതിശയത്തോടെ രാധികയെ നോക്കി. ശ്യാമ രാധികയെ ഇങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുമ്പോൾ ശ്യാമ തൻ്റെ മകളെ ആശ്വസിപ്പിക്കുന്ന പോലെ മകളെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും രാധിക ശ്യാമയോട് പറഞ്ഞു, താങ്ക് യു മാം, ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഉടനെ രാധികയോട് ശ്യാമ പറഞ്ഞു, എന്താ മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും രാധിക പറഞ്ഞു, മേഡം, വരുൺ വരുൺ ഒരു പാവമാണ്, എല്ലാവരോടും വളരെ സ്നേഹമുള്ള ആള്, എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് കൂടുതൽ സന്തോഷത്തോടെ രാധിക സംസാരിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും രാധിക വാ തോരാതെ വരുണിനെ കുറിച്ച് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് കണ്ട് അശ്വതിയും ശ്യാമയും അതിശയത്തോടെ പരസ്പരം നോക്കി. പെട്ടെന്ന് രാധിക എനിക്കൊന്ന് പറഞ്ഞ് ആ സംസാരം മുഴുവിപ്പിക്കാതെ നിർത്തിയതിനു ശേഷം വേഗം ചോദിച്ചു, മേഡം, എനിക്ക് ഇന്ന് ലീവ് തരുമോ? എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം, ഞാൻ തിരികെ വരില്ല, ഞാൻ പോയിക്കോട്ടെ. ഇങ്ങനെയൊരു ഭാഗ്യം തന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു സഹായം ചെയ്തതിന് എനിക്ക് ഭഗവാനോട് നന്ദി പറയണം, പൂജാമുറിയിൽ കുറേ നേരം ചെന്നിരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ അതിശയത്തോടെ അശ്വതിയും ശ്യാമയും നോക്കി. ശരി, മോള് പൊയ്ക്കോ, സമാധാനത്തോടു കൂടി പോയിരിക്കെ എന്ന് പറഞ്ഞിരും. താങ്ക് യു മാം, ഞാൻ പോവാ എന്ന് രാധിക പറഞ്ഞു. അങ്ങനെ രണ്ടുപേരോടും യാത്ര പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ശ്യാമയ്ക്കും അശ്വതിക്കും ആകെ അതിശയമാവുന്നു. ശ്യാമയോട് അശ്വതി പറഞ്ഞു, അല്ല, മോള് പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ലേ ശ്യാമയും, വരുണ്ട കാര്യം വളരെ ആവേശത്തോടെ പറഞ്ഞിട്ട് എനിക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അത് മുഴുവിപ്പിക്കാതെ നിർത്തിയത് എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, ശരിയാ, എന്തോ ഒരു അസ്വാഭാവികത, എന്തോ ഒരു വല്ലാത്തൊരു പ്രത്യേക അടുപ്പമുള്ള ഒരാളെ കുറിച്ച് പറയുന്നത് പോലെയാണ് രാധിക മോള് വരുണിനെ കുറിച്ച് പറയുന്നത്. അപ്പോഴും അശ്വതി പറഞ്ഞു, അതെ, എന്തായാലും മോള് വരട്ടെ, നമുക്ക് ഒന്ന് ചോദിക്കാം, എന്തോ ഒരു സംശയം പോലെ മനസ്സിൽ കടന്നുകൂടിയതല്ലേ, അതെന്തായാലും നമുക്ക് ചോദിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്യാമ പെട്ടെന്ന് ആലോചിച്ചത്, താൻ വരുണിനെ പുറത്തിറക്കിയെന്നറിഞ്ഞതോടെ വളരെ സന്തോഷത്തോടെ തന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ആ നന്ദി പറഞ്ഞ രാധിക മോളുടെ അപ്പോഴത്തെ പ്രവൃത്തിയായിരുന്നു ശ്യാമയുടെ മനസ്സിൽ. ശ്യാമ പറഞ്ഞു, രാധികേച്ചി, ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്ക് ഉമ്മ തന്നു എൻ്റെ മോള് എന്ന് അശ്വതിയോട് അതിശയത്തോടെ രാധിക പറയുന്നു. അതെല്ലാം കേട്ടതോടെ അശ്വതിയും ചിരിച്ചുകൊണ്ട് ശ്യാമയുടെ ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് അങ്ങനെ തൻ്റെ മകൾ തന്നെ സ്നേഹിച്ചതിൻ്റെ സന്തോഷം ഭഗവാനോട് അറിയിച്ചുകൊണ്ട് ശ്യാമ അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും രാധിക പൂജാമുറിയിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തി പൂജാമുറിയിൽ കയറി ഭഗവാനോട് നന്ദി പറഞ്ഞു. കുറേ തവണ പ്രാർത്ഥനയോടെ അങ്ങനെ ഇരിക്കുകയും ഭഗവാനോട് നന്ദി പറയുമ്പോൾ ഒരിക്കലും വരുൺ അറിയരുത് ഇത് ഞാനാ ചെയ്തതെന്ന്. എനിക്ക് തോന്നി ഇതെൻ്റെ കടമയാണെന്ന്. അതെ, കടമ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്ത ഈ കാര്യം അതൊരിക്കലും വരുൺ അറിയണ്ട, വരുണും മറ്റാരും അറിയണ്ട എന്ന് ഭഗവാനോട് പറയുമ്പോൾ അകത്തേക്ക് യശോദ എത്തിയിട്ട് വിളിച്ചു, മോളെ എന്ന് വിളിച്ചതും ശ്യാമ ഒന്ന് പെട്ടെന്ന് രാധിക പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും യശോദ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അമ്മയുടെ അരികിലേക്ക് വേഗം തന്നെ ഭഗവാനോട് നന്ദി അറിയിച്ചതിന് ശേഷം പതുക്കെ എഴുന്നേറ്റ് രാധിക വേഗം യശോദയുടെ അരികിലേക്ക് എത്തി. അപ്പോഴേക്കും യശോദ പറഞ്ഞു, മോളെ, നീ വന്നിട്ട് കുറെ നേരമായല്ലോ പൂജാമുറിയിൽ തന്നെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ ഭഗവാൻ നമ്മുടെ ആഗ്രഹം സഫലമാക്കി തന്നതിന് ഒരു നന്ദി അറിയിക്കണ്ടേ ഭഗവാനോട്. അതുകൊണ്ടമ്മേ ഞാൻ പൂജാമുറിയിൽ വന്ന് ഭഗവാനോട് നന്ദി പറഞ്ഞെന്നറിയിച്ചു. ഉടനെ യശോദ ചോദിച്ചു, എന്താ മോളെ? ഉടനെ രാധിക പറഞ്ഞു, അമ്മേ, വേറൊന്നുമല്ല, പിതാമേടത്തിന് എൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് മേഡത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, എന്നെ വിളിച്ച് കാര്യം അന്വേഷിക്കും. ഇന്നും അതുപോലെ തന്നെ മേഡം എൻ്റെ സങ്കടം മാറ്റി തന്നു. അത് മാത്രമല്ലമ്മേ, മേഡം എന്നെ അരികിലേക്ക് വിളിക്കുമ്പോൾ, മേഡം എന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ, എന്നെ ആശ്വസിപ്പിക്കുമ്പോൾ അമ്മ എന്നെ കെട്ടിപ്പിടിക്കുന്നത് പോലെ അമ്മേ എനിക്ക് തോന്നാറ് എന്ന് പറഞ്ഞു. അത് കേട്ടതും രാധികയോട് യശോദ പറഞ്ഞു, മോളെ, എനിക്കറിയാം, എത്ര പ്രായമുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ മേഡത്തിൻ്റെ ആ ഒരു സ്നേഹം, അതൊരു അമ്മ മോളോട് കാണിക്കുന്ന അതേ സ്നേഹമാണ് എൻ്റെ രാധിക മോളോടും മേഡത്തിനുള്ളത് എന്ന് യശോദ രാധികയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടതിന് ശേഷം
രാധിക പറഞ്ഞു, അമ്മേ എന്തായാലും ആ പർദ്ദയ്ക്കുള്ളിലുള്ള ആളെ ഒന്ന് കാണണമെന്ന് എനിക്ക് ഒത്തിരി മോഹമുണ്ട്. ഇത്രയോളം എന്നെ സ്നേഹിക്കുന്ന രാധ ആ ഫിദ മേഡത്തിന്റെ മുഖം ഒന്ന് കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഉടനെ തന്നെ യശോദ പറഞ്ഞു, അതൊക്കെ അവരുടെ ആചാരമല്ലേ, നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. എന്തായാലും എന്നെങ്കിലും മേഡത്തിന്റെ മുഖം മോൾക്ക് കാണാൻ കഴിഞ്ഞേക്കും എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, അമ്മേ വരുൺ വരുണിനെ പുറത്തിറക്കിയത് ഞാനാണ്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഫിദ മേഡം അത് സാധിച്ചു തന്നു. പക്ഷേ വരുൺ പുറത്തിറങ്ങിയത് ഞാൻ കാരണമാണെന്ന് മറ്റാരും അറിയണ്ട. എനിക്കെന്തോ എന്റെ മനസ്സിന് വല്ലാത്ത വേദന തോന്നി വരുൺ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞപ്പോ. അതുകൊണ്ടാണ് ഞാൻ മേഡത്തോട് വരുണിനെ പുറത്തിറക്കുന്നതിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചത്. പിന്നെ ഞാൻ കാരണം എന്റെ കൈ പിടിച്ചതിന്റെ പേരിൽ എന്റെ കാലക്കേട് വരുണോടി കിട്ടണ്ട എന്ന് പറഞ്ഞപ്പോ രാധികയുടെ ആ വാക്ക് കേട്ടതോടെ യശോദ ആകെ വിഷമത്തോടെ രാധികയെ ഒന്ന് നോക്കി. ഒന്നും മിണ്ടാതെ രാധിക അങ്ങനെ മാത്രം പറഞ്ഞ് അവിടെ നിന്ന് അകത്തേക്ക് പോന്നു. പിന്നീട് കാണുന്നത് വരുണിനെ കുറെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്നു. കുറെ നേരം അവരുടെ ആ അടിയും ഇടിയും ഒക്കെ ചേർത്ത് നിന്നെങ്കിലും അവസാനം അവരുടെ വലയിൽ വരുൺ കുടുങ്ങുന്നു. പിന്നീട് അവർ വരുണിനെ ബലമായി പിടിച്ചു നിർത്തുമ്പോൾ മറ്റൊരാൾ വരുണിന് നേരെ പാഞ്ഞെത്തി അയാളുടെ കയ്യിലുള്ള ആ കത്തി വെച്ച് വരുണിനെ കുത്തി. ആ കാഴ്ച കണ്ടുകൊണ്ട് മോനെ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പത്മിനി ചാടി എഴുന്നേറ്റു. വരുൺ എന്നുള്ള പത്മിനിയുടെ ആ വിളി കേട്ട് അപ്പുറത്തായിരുന്ന മുത്തശ്ശിയും കൽപ്പനയും ഓടിയ റൂമിലേക്ക് എത്തി. മുത്തശ്ശി ഓടി വന്ന് ചോദിച്ചു, പത്മിനി എന്താ മോളെ, എന്താ പറ്റിയത്? അപ്പോഴേക്കും പത്മിനി പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാൻ എന്തോ ദുസ്വപ്നം കാണുകയായിരുന്നു, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു ദുസ്വപ്നം എന്ന് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു, ഏത് നേരവും ആലോചനയല്ലേ, പലതും ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയല്ലേ, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന പറഞ്ഞു, അല്ല അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ, അതൊക്കെ കൊണ്ടായിരിക്കും, അച്ഛൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ടാവും. അല്ല അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? നാളെ അച്ഛൻ ഇങ്ങോട്ട് വരുമല്ലോ, അച്ഛൻ ഡിസ്ചാർജ് ആവുമല്ലേ നാളെ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പത്മിനി പറഞ്ഞു, ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടമ്മേ, ഇത് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നതാണ്, ഭഗവാൻ കാട്ടിത്തരുന്ന ഒരു മുന്നറിയിപ്പാണ് ഇതൊക്കെയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ കുടുംബത്തിന് എന്തോ വലിയ ദോഷങ്ങളുണ്ടമ്മേ, അതാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് പത്മിനി സങ്കടത്തോടെ പറഞ്ഞു. അത് കേട്ടതും ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, ശരിയാ, നീ പറഞ്ഞ ശരി തന്നെയാ മോളെ, എത്രയോ നാളായി നമ്മുടെ കുടുംബ ജ്യോത്സ്യനെ ഒന്ന് വിളിക്കുകയും എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളോ പൂജകളോ ഒക്കെ നടത്തുകയും ചെയ്യാതിരുന്നിട്ട് നാളെ തന്നെ എന്തായാലും കുടുംബ ജ്യോത്സ്യനോട് വരാൻ പറയും, അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ അത് കേട്ടുനിന്ന കൽപ്പന പറഞ്ഞു, ഇനി അത് മതി, എന്തായാലും അങ്ങേർക്ക് എന്തെങ്കിലുമൊക്കെ പണം തടയുന്ന വഴിയാണല്ലോ ഇത്, അതുകൊണ്ട് ഇനി എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളും പൂജകളും ഒക്കെ ആയിട്ട് കുറെ പൈസ അയാൾക്ക് തടയുന്നതിന് വേണ്ടിയുള്ള വഴികൾ അയാൾ ഒരുക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്തായാലും എന്താ കൽപ്പനെ, നിനക്ക് മുടക്കൊന്നുള്ള കാര്യമല്ലല്ലോ, എന്തായാലും നാളെ തന്നെ ജോത്സ്യനോട് ഞാൻ വരാൻ പറയും എന്ന് മുത്തശ്ശി അറിയിക്കുന്നു. അങ്ങനെ ജയഭാരതി മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ ഉടൻ തന്നെ ജോത്സ്യനോട് വരാനായിട്ട് മുത്തശ്ശി അറിയിച്ചു. കുറച്ച് ദിവസങ്ങൾ വീട്ടിലുണ്ടായ ഈ അനർത്ഥങ്ങൾക്കൊക്കെ എന്തോ കാരണമുണ്ട് എന്ന് ഉറപ്പ് ഉള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശി അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് തീരുമാനിച്ചു. അതിനായി ജ്യോത്സ്യനെ വിളിച്ചു വരുത്തുന്നു. ജ്യോത്സ്യൻ പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് എത്തി. ജ്യോത്സ്യൻ കവിടുന്നിടത്തെ രാശിപ്പലയിൽ കണ്ട കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞു. ഈ ജാതകക്കാരുടെ കാര്യങ്ങൾ നോക്കിയപ്പോൾ കാണുന്നതൊക്കെ അശുഭലക്ഷണങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും കുറെ ദോഷങ്ങൾ ഈ കുടുംബത്തിന് നേരിട്ടിട്ടുണ്ട്. ആദ്യം കുടുംബത്തിന്റെ സർവേശ്വരി പൂജയ്ക്ക് വേണ്ടിയുള്ള പൂജകൾ നടത്തേണ്ടതുണ്ട് എന്നറിയിച്ചു. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ തന്നെ നടക്കട്ടെ, അത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഉടനെ ജ്യോത്സ്യൻ അറിയിച്ചു, അത് ഈ പൂജ നടത്തേണ്ടത് ഈ കുടുംബത്തിലെ ഇളയ മകനും ഭാര്യയും കൂടിയാണ് ഈ പൂജയിൽ പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടതും വരണാകെ ദേഷ്യത്തോടെ പ്രിയങ്കയെ നോക്കി. പ്രിയങ്ക ഒട്ടും താല്പര്യമില്ലാതെ, ഇങ്ങനൊരു പൂജ നടത്താൻ പോകുന്നതിൽ പോലും താല്പര്യമില്ലാതെ വരുണിനെ നോക്കുന്നു. ഉടനെ തന്നെ മുത്തശ്ശി പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ ജ്യോത്സ്യരെ, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞതും ശരി, വിധി പ്രകാരമുള്ള എന്തെല്ലാം പൂജകളാണ് നടത്തേണ്ടതെന്ന് ഞാനൊരു ചാർട്ട് എഴുതി തരാമെന്ന് ജ്യോത്സ്യൻ അറിയിച്ച് അവിടെ നിന്ന് മടങ്ങുന്നു. പിന്നീട് മുത്തശ്ശിയുടെ അരികിലേക്ക് വരുണെത്തി. മുത്തശ്ശി വരുണിനോട് ചോദിച്ചു, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശിയോട് സങ്കടത്തോടെ വരുൺ പറഞ്ഞു, അല്ല മുത്തശ്ശി, ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടി എൻ്റെ കൂടെ ഈ പൂജ ചെയ്യണമെന്നല്ലേ പറഞ്ഞത്, പക്ഷേ അങ്ങനെ ഒരു പൂജ ചെയ്യാൻ പ്രിയങ്ക ഒരിക്കലും അതിന് യോഗ്യയല്ല എന്ന് പറഞ്ഞു. ഞാൻ താലി കെട്ടിയ പെൺകുട്ടിയും പ്രിയങ്കയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ വരുണേ, നീ എന്തിനാ വിഷമിക്കുന്നത്, നീ താലി കെട്ടിയ പെൺകുട്ടിയെ കൊണ്ട് തന്നെയാണ് ഈ പൂജ നമ്മൾ നടത്താൻ പോകുന്നത്, അതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു.
അപ്പോഴേക്കും വീട്ടിലേക്ക് പരമേശ്വരനെയും കൂട്ടി, ഡിസ്ചാർജായ പരമേശ്വരനെയും കൂട്ടി പത്മിനിയും മറ്റും എത്തുന്നു. പത്മിനി അവിടേക്ക് വന്നതോടെ പരമേശ്വരന് രോഗം ഭേദമായതുകൊണ്ട് പരമേശ്വരന് വളരെ സ്നേഹത്തോടെ എല്ലാവരും വിളിച്ചു. വരുൺ അരികിലേക്ക് ചെന്ന് അച്ഛനെ ചേർത്ത് പിടിച്ചതും വരുൺ എങ്ങും പോകുന്നില്ല എന്ന തീരുമാനത്തിൽ വരുൺ എത്തിയത് കൊണ്ട് പരമേശ്വരനും വരുണിനോടുള്ള ദേഷ്യവുമെല്ലാം മാറി. മോനെ എന്ന് വിളിച്ച് അച്ഛനും മകനെ കെട്ടിപ്പിടിച്ച് അവരുടെ പരസ്പരം സന്തോഷം പങ്കുവയ്ക്കുന്നു. അതിനുശേഷം പരമേശ്വരൻ വരുണിന്റെ വരുൺ അവിടെ വീട്ടിൽ തന്നെ വീണ്ടും തുടരാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതോടെ പരമേശ്വരൻ വളരെ സന്തോഷമാണ്. റൂമിലേക്ക് വന്ന് പരമേശ്വരനോടെ കിടക്കുന്ന നേരത്ത് ജയഭാരതി മുത്തശ്ശിയും പത്മിനിയും അവിടെ പരമേശ്വരൻ അരികിലേക്ക് എത്തി. പരമേശ്വരൻ അസ്വസ്ഥതകളെ കുറിച്ചൊക്കെ പത്മിനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അവിടേക്ക് വന്നു. പരമേശ്വര, നിന്നെ ആരാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, ഒന്നും എനിക്കറിയില്ല, ഞാനൊന്നും ഓർക്കുന്നില്ല, ആരാണെന്നൊന്നും എനിക്കറിയില്ലമ്മേ, ആളെ ഒന്നും ഞാൻ കണ്ടില്ല എന്ന് പരമേശ്വരൻ അമ്മയോട് മറുപടി പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശി പറഞ്ഞു, എന്തായാലും നമ്മുടെ കുടുംബത്ത് ചില അനർത്ഥങ്ങളുണ്ടായി, അതിന് എന്താ കാരണമെന്ന് ഞാൻ ജ്യോത്സ്യരോട് ചോദിച്ചു. അതിന് ചില പരിഹാര കർമ്മങ്ങളും ചില പൂജകളും ഒക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ നാളെ തന്നെ നമ്മുടെ വീട്ടില് സർവേശ്വര പൂജ നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വരുൺ താലി കെട്ടിയ പെൺകുട്ടിയും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണ് ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നതെന്ന് അറിയിച്ചു. അത് കേട്ടതും ഉടനെ പരമേശ്വരൻ പറഞ്ഞു, ഇനി അതാണ് പ്രശ്നം. ഇനി എന്താണ് അവരുടെ കാര്യത്തിലൊരു തീരുമാനമെന്നാണ് എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാകാത്തതെന്ന് പറഞ്ഞ് പരമേശ്വരനാകെ വിഷമത്തോടിരുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന മുത്തശ്ശി വരുൺ അവിടെ മാറി നിൽക്കുന്ന കണ്ട് അരികിലേക്ക് എത്തി. എന്താടാ മോനെ, നീ ആകെ വിഷമിച്ച് നിൽക്കുന്നത് ചോദിച്ചതും വരുൺ പറഞ്ഞു, മുത്തശ്ശി കേട്ടതല്ലേ ജ്യോത്സ്യം പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോടാ, നീ താലി കെട്ടിയ പെണ്ണ് തന്നെയായിരിക്കും നാളെ ആ പെൺകുട്ടി തന്നെയാ നിന്റെ കൂടെ പൂജയെ പങ്കെടുക്കുക. എന്താ അതുപോലെ മുത്തശ്ശി പറഞ്ഞു നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, എന്താ മുത്തശ്ശിയെ പറയുന്നത്? രാധികയെ ഞാൻ താലി ചാർത്തിയത്, പക്ഷെ രാധിക ഒരു കാരണവശാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരില്ല. രാധികയെ അവർ കൊണ്ടുവരികയുമില്ല. അപ്പൊ പിന്നെ എന്തിനാ മുത്തശ്ശി ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വരുണിനോട് പറഞ്ഞു, ഇടമോനെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഈ ചടങ്ങ് തീർച്ചയായിട്ടും നടക്കും. രാധികയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഉടനെ ദേവനാരായണൻ തിരുമേനിയുടെ ഫോണിലേക്ക് മുത്തശ്ശി വിളിക്കുന്നു. കോൾ അറ്റൻഡ് ചെയ്ത ദേവനാരായണൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പരമേശ്വരനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ചപ്പോൾ വരുൺ ജയിലിൽ നിന്ന് പുറത്തു വന്നുള്ള കാര്യവും ഒക്കെ പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശിയോട് വരുൺ ജയിലിൽ നിന്ന് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ പരമേശ്വരൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു എന്ന് ദേവനാരായണൻ തിരുമേനിയോട് മുത്തശ്ശി അറിയിച്ചു. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ കുടുംബ ജ്യോത്സ്യനെ വിളിച്ച് ഒന്ന് കബഡി നിർത്തി നോക്കി. അപ്പോൾ അതിൽ കണ്ടത് ചില പരിഹാര കർമ്മങ്ങൾ നടത്തണമെന്നും ചില ദോഷങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ കുടുംബത്തിനുണ്ടെന്നുമാണ്. അതിന് സർവേശ്വര പൂജയൊക്കെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ തിരുമേനിയെ വിളിച്ചത് നാളെ തിരുമേനിയും കുടുംബവും ഇവിടെ പൂജയിൽ പങ്കെടുക്കാനായി എത്തണം. ഒപ്പം രാധിക മോളെയും കൂടെ കൂട്ടണം. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെയുള്ളവർക്കൊന്നും ഈ പൂജാകർമ്മങ്ങളൊന്നും അല്ലെങ്കിൽ പൂജാകർമ്മങ്ങളിലോടൊന്നും അധികം അറിയത്തില്ലാത്ത ആളുകളാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് പൂജയ്ക്ക് വേണ്ടതെന്നോ, എന്തെല്ലാം സാധനങ്ങൾ അടുപ്പിക്കണമെന്നോ, എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും ഒരു അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ രാധിക മോളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ മോൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ മോള് വേണ്ട വിധത്തിലെല്ലാം കൈകാര്യം ചെയ്യില്ലേ. അതുകൊണ്ട് മോളെ നിർബന്ധമായിട്ടും തിരുമേനി കൂട്ടിക്കൊണ്ട് വരണം എന്നറിയിച്ചു. അത് കേട്ടതും ദേവനാരായണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ, തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരാലോ അമ്മേ, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി രാധികയെ നാളെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയത് കണ്ട് വരുൺ ഒത്തിരി സന്തോഷവാനാണ്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ കണിമംഗലത്ത് പൂജാകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും കണിമംഗലത്തേക്ക് ദേവനാരായണനും കുടുംബവും ഒരു ഓട്ടോയിൽ വന്നിറങ്ങി. അത് കൂടെ ദേവനാരായണനും യശോദയും വന്നപ്പോൾ കൂട്ടത്തിൽ രാധികയെ കൂടി കണ്ടതോടെ പ്രിയങ്കയ്ക്കാകെ ദേഷ്യമായി. പ്രിയങ്ക കലിയോടെ അങ്ങനെ നോക്കുമ്പോൾ വരുൺ രാധിക ദേവനാരായണൻ തിരുമേനിയോടൊപ്പം നടന്നു വരുന്ന കാഴ്ച കണ്ടതോടെ വരുൺ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചങ്ങനെ നിൽക്കുന്നത് കണ്ട് പ്രിയങ്ക വരുണിന്റെ നോട്ടം കണ്ടതോടെ ഇഷ്ടപ്പെടാതെ കലിയോടെ വരുണിനെ നോക്കി. അതോടെ വരുൺ പ്രിയങ്ക ഒട്ടും ഇഷ്ടപ്പെടുന്ന രാധിക വന്നതിൽ പ്രിയങ്കയ്ക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയ വരുൺ താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി തന്റെ വീട്ടിലെ ചടങ്ങിന് പങ്കെടുക്കാൻ വരുന്നതിന്റെ സന്തോഷമായിരുന്നു വരുണിന്റെ മനസ്സിൽ.